അപ്പോൾ നമ്മുടെ അബുദാബിയിലേക്കുള്ള യാത്രയാണ്. ഇന്ന് അബുദാബിയിൽ നമ്മുടെ 5 ഷോപ്പും നമുക്ക് കവർ ചെയ്യണം. കുറേ കാര്യങ്ങളുണ്ട്. സമയം ഇപ്പോൾ തന്നെ വൈകി. ഒരു പഴവും ചായയും കുടിച്ചിട്ട് പോകാം. ഷാള് അബുദാബി ചെന്നിട്ട് കൂട്ടാം, വെറുതെ ഇടാം. എന്താണെന്നറിയാം, വണ്ടിയിലിരിക്കുമ്പോൾ കുറേ നേരം വണ്ടിയിൽ കഴിയുമ്പോൾ എനിക്ക് തലവേദന പിടിക്കും. ഒന്നാമത് നല്ല ചൂടും കൂടെ ഉണ്ട് കേട്ടോ. ചൂടും കൂടെ ഉള്ള കാരണം തലവേദന. കാരണം മക്ക വെറുതെ ഇട്ടിട്ട് പോവാം. അവിടെ ചെന്നിട്ട് നമുക്ക് കുത്താം. സെറ്റല്ലേ? ഈ തുമ്പ് കുറഞ്ഞു പോയാൽ വണ്ടിയിൽ പോവാം. പോട്ടെ എംബൂസേ, പോട്ടെ. ഓക്കെ അല്ലേ? വേറെ ചായ ഇവിടെ കൊട്ടിയത് ഒരു ഡ്രോപ്പ്. പൈസ പറയാൻ കിടന്ന് മലന്ന് എന്താണ് ആരിപ്പാണോ അതൊരു തല്ലി പിടിച്ചിട്ട് പോയത്. പോവാം. അപ്പോൾ നേരെ ഞങ്ങൾ അബുദാബിയിലേക്കുള്ള യാത്രയാണ്. നിങ്ങൾ ഈ യാത്രയിൽ അബുദാബി ചോദിച്ചാലും അബുദാബി അല്ലേൻ യാത്രയിൽ ആരിഫ് പ്രത്യേകം വെക്കണം പാട്ടുകളാണ് മാപ്പിളപ്പാട്ടുകൾ. മാപ്പിളപ്പാട്ടുകൾ എന്ന് പറഞ്ഞാൽ ആരിഫിന് ഭയങ്കര ക്രൈസാണ്. ഇടയ്ക്ക് പാടണേയും കാണാം. എന്താണ് സംഭവിക്കണമെന്ന് അറിയാൻ വളരെ ഈ യാത്ര നമ്മൾ എന്താ പറയണം, അടിപൊളി റോട്ടിൽ കൂടെയുള്ള അടിപൊളി ഒരു യാത്ര. ഭയങ്കര വൈബ്, ഭയങ്കര സീനാണല്ലേ ഈ യാത്ര. നല്ല രസമല്ലേ? ഞാൻ പിടിച്ചു കൊടുക്കാം. നോക്കൂ. ആരിഫ് പാടാ ആരിഫേ? ഇപ്പൊ പാടൂലാന്ന്. പാട്ട് കോപ്പി ചെയ്തോ? പാട്ട് വെക്കണോ? വോളിയല്ലേ കൂട്ടിയത്? അല്ല 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 പാട്ട് കഴിഞ്ഞു. അടുത്ത പാട്ട് വെക്കും. അതെ, എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ടാ. നല്ല പാട്ടാ. വൈബ് ഇനിയും വേണം എന്നാണ് പറയുന്നത് ആരിഫ് അല്ലേ? ഇത് അടിപൊളി പാട്ടാ, എനിക്ക് ഇഷ്ടപ്പെട്ട പണ്ടത്തെ സെറ്റ് പാട്ടല്ലേ? സ്കൂളിൽ നിന്ന് വരുമ്പോ കേൾക്കണ പാട്ട്. ആരിഫ് പണ്ടത്തെ എന്തോ സ്കൂളിലെ കാലഘട്ടത്തിലേക്ക് പോയി തോന്നുന്നു അല്ലേടാ? അല്ലേ ചെയ്ത്? പറ. നിങ്ങളെന്താ പറ്റിയ 2010 പിന്നെ 2K കിഡ്സ് പോടാ. എന്തൊരവസ്ഥ നോക്കി. മക്ഡൊണാൾഡിൽ നിന്ന് ഒരു ഐസ്ക്രീം മേടിച്ച പമ്പിൽ പെട്രോൾ അടിക്കാൻ കയറിയപ്പോ വേണ്ടായിരുന്നു തോന്നിപ്പോയി. അവിടെ ഒരു കുഴപ്പമില്ലായിരുന്നു. എല്ലാവരും ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോ എല്ലാം ഒലിച്ച് മൊത്തം അത്രക്ക് ചൂട് കാരണം ഒന്നും ഇവിടെ വണ്ടിയിലൊക്കെ വീണ. എംബിസഡ് എത്തി. നേരെ വാഷ്റൂമിൽ പോയി മഫ്തൊക്കെ കുത്തി ഇനി നേരെ ഷോപ്പിലേക്ക്. പോണം. ഇനി നമ്മൾ നേരെ നമ്മുടെ ഷോപ്പ് 5 ഷോപ്പും വിസിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ നമ്മുടെ ഷാബിയെന്ന് നേരെ ഓപ്പോസിറ്റ് മീനു താമസിക്കണത്. അവിടെ ചെന്ന് മീനുവിനെ പൊക്കാം. മീനുവിന് നിബു എന്തായാലും സെറ്റായിട്ട് ഇരിക്കണേക്കും. രാവിലെ തന്നെ വീഡിയോ കണ്ടപ്പോൾ തന്നെ പറഞ്ഞു, മൂത്താത്ത നമ്മുടെ അബുദാബിക്കാണോ വരുന്നത് അമ്മ. അവിടെ ചെന്ന് നിബുവിനെ സെറ്റ് ചെയ്തിട്ട് കൊണ്ടുവരാൻ നമുക്ക്. നിബു എന്തായാലും നമ്മളോട് വരാൻ കരയും. പിന്നെ നിബുവിനെ കൊണ്ടുപോകാം അല്ലേ? അല്ലേ ആരിഫ്? അട്ടാണിയൊക്കെ തീർന്നില്ലേ? ഉറങ്ങരുതേ. എനിക്ക് ഉറക്കം വന്നോണ്ട് ആരിഫിനെ കൊണ്ടുവന്നത്. ആരിഫ് ഉറങ്ങുക. വണ്ടി പഠിക്കാനുള്ള ഇപ്പൊ തന്നെ സമയം 11. എരിവുള്ളതാ? ഓടോ ഞങ്ങൾ ഉറങ്ങാം. എന്താ വണ്ടി പഠിച്ചാൽ മതി. ഇതേ മണി 11. നമ്മൾ എത്ര മണിക്ക് എത്തും തിരിച്ചു ദുബായില്? 12:30. അപ്പൊ എത്തുവാ 11 അപ്പൊ ഓക്കെ സെറ്റ്. അപ്പൊ നമ്മൾ നേരെ ദുബായിക്ക് മീനുവിനെ പൊക്കിക്കൊണ്ട് പോവാ. തിന്നണ വിചാരം മാത്രമേ ഉള്ളൂ. നമ്മൾ മീനുവിന്റെ അടുത്തേക്ക് എത്തിയിരിക്കുന്നു. മീനുവിന്റെ ഫ്ലാറ്റിലേക്ക് എത്തിയിരിക്കുന്നു. എത്രയായിരുന്നു? ഞാനൊരു ദിവസം
സെൻട്രസ് വന്നപ്പോഴേ 4 പൊട്ട് കുത്തി എന്നെ അടിച്ച് തുറക്കണോന്ന് പറഞ്ഞിട്ട് അവിടെ തുറന്ന് വേറെ ആരാണ്ട് വരുന്നു. അത് മിനുവിന്റെ ഫ്ലാറ്റ് അല്ലായിരുന്നു. എന്താണ് ഇതായിരിക്കുമല്ലേ? അപ്പൊ നമ്മള് നിബുവിന്റെ മുന്നിലെത്തി ഞങ്ങൾ നേരെ എങ്ങോട്ട് പോകുന്നു? യെസ് അടികൈ, യെസ് അടികൈ. നമ്മ ഇക്കാക്കന്മാരുടെ അടുത്ത് പോകുന്നു. ഈ പെട്ടിയുടെ ഉള്ളിൽ ആരാ? ഉടുപ്പാ ഒന്ന് പോടും. അപ്പൊ ആ പെട്ടിയുടെ ഉള്ളിൽ നിങ്ങൾ ആയി ഒരു ദിവസത്തേക്കാണോ തന്നെ പെട്ടി നിറച്ചുകൊണ്ടല്ലോ കുഞ്ഞി. ഒന്ന് സുന്ദരിയായിട്ടുണ്ടല്ലോ. സെറ്റല്ലേ? അത് ഇത്താത്ത പിടിച്ചോളൂ. അപ്പൊ ഇന്നത്തോടുകൂടി ഇന്നത്തെ ഒരു ബിസി ഡേ ലൈഫ് അവസാനിച്ചിരിക്കുന്നു. മിസ്റ്റർ നിബു ഞങ്ങളുടെ കൂടെ വരുന്നുണ്ട് അങ്ങ് അബുദാബിക്ക്, അല്ല സോറി ദുബായിക്ക്. അപ്പൊ നിബു ഓക്കെ അല്ലേ? സെറ്റല്ലേ? ഓക്കെ, നീ എന്നോട് ആരെ തമ്പ് കൊടുക്കാൻ പറഞ്ഞ ആവശ്യമില്ലാതെ. അപ്പോൾ ഇന്നത്തെ ഒരു ഡേ ഇവിടെ അവസാനിച്ചിരിക്കുന്നു ഗായ്സ്. അപ്പോൾ നേരെ നമ്മൾ ദുബായിക്ക്. മഴയൊന്നും പെയ്തില്ല, അത് ആരാണ് വെള്ളം ഒഴിച്ചത് അവിടേക്ക്. നിബു നമ്മുടെ കാറെവിടെ? കം കാറ് ഏതോ കാറുണ്ട്. നിങ്ങളൊക്കെ ഡിക്കി ഇരിക്കേണ്ടി വരും സ്ഥലയില്ല വണ്ടിയിൽ എന്തായാലും. നിബു ഡിക്കിലിരിക്കണേ, ഓക്കെ അല്ലേ? കാറ് അത് ആരാണ്ടിൻ്റെ കാറ് നമുക്ക് കയറി പോവാം. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം.